Hi, Abhi. പുളിയാണ് അത് ഇതാ ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സോക്കായി കഴിയുമ്പോഴത്തേക്കും കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്യുക, നന്നായിട്ടൊന്ന് പിഴിയുക. ശേഷം അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുക്കുക. തേങ്ങ നന്നായിട്ട് നല്ല കളറിൽ ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ മിക്സ് അതും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ വെള്ളം ചേർക്കാതെ വളരെ നന്നായിട്ട് അരച്ചെടുക്കണം, മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു ഇത്തിരി ചൂടാക്കിയിട്ട് തണുത്ത വെള്ളം അത് നമുക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് കഴിവതും വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. തേങ്ങാ മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഞാനിതിപ്പോൾ അരച്ചെടുത്തിരിക്കുന്നത് വെള്ളം ഇത്തിരി പോലും ആഡ് ചെയ്യാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ ഇത്തിരി തിളപ്പിച്ച് തണുത്ത വെള്ളം നമുക്ക് ചേർത്ത് ഇങ്ങനെ അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കടുക് മതിയാവും. അതിലേക്ക് 3-4 ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 2-3 റെഡ് ചില്ലി അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഈ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങ മിക്സ് ആഡ് ചെയ്തു. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആഡ് ചെയ്യേണ്ട പുളിവെള്ളമാണ്. പുളിവെള്ളം അതുകൂടി
അരച്ചെടുക്കാം. മിക്സർ ജാറിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് പുളിവെള്ളം. അതും ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊന്ന് ലൂസായി വരുന്നതിന് വേണ്ടിയിട്ട് പുളിവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചൂടുവെള്ളം തണുപ്പിച്ചത് ഒത്തിരി വേണ്ട, കുറച്ച് ആഡ് ചെയ്ത് ഒന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ബാലൻസ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുകൂടി ചേർത്ത് ഇളകി കൊടുക്കാം. ഇതാ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് ഈ മിക്സിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാ നോക്കി, തേങ്ങാമിക്സിൻ്റെ കളറുണ്ട്, നല്ല കൊതിപ്പിക്കുന്ന നല്ലൊരു കളറായിട്ടുണ്ട്. ഇതാ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനി ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ശർക്കര അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കുക, ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നെല്ലിക്ക വലുപ്പത്തിൽ ശർക്കര ആഡ് ചെയ്യുക. ശർക്കര ഇല്ലായെങ്കിൽ ഒരു ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഓണം സ്പെഷ്യൽ ഇഞ്ചിക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്.